Today we are going to learn the topic organizing. Organizing is the function of management which follows planning. Organizing is an essential activity in management. It is the managerial function of arranging people and resources to work toward a goal. Meaning of organization. The word organization comes from the word organ, which refers to the part of human body. We know that in our human body, the different parts perform the functions with the cooperation and coordination of all organs. Right? നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മളുടെ ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗൻസ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് തന്നെ ഒരു നിലനിൽപ്പുള്ളത്. അതേപോലെ തന്നെയാണ് ഒരു എന്റർപ്രൈസിന്റെ കാര്യം. So enterprise has different activities to achieve the objective with the cooperation and coordination of all. നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ എടുത്തു, ഓർഗനൈസേഷനകത്ത് ഒരു പീപ്പിൾ ഉണ്ടായിരിക്കും, ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോമൺ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഫംഗ്ഷൻ മാനേജറിന്റെ ഫംഗ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്, ഓർഗനൈസിങ് എന്നുള്ള ഫംഗ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. What is organizing, or the definition of an organizing? So organization is the process of identifying, grouping of the works to be performed, defining and delegating the responsibility and authority, and establishing relationship for the purpose of enabling people to work most efficiently. So it is a definition by Louis Allen. Organization is the process of identifying and grouping of works to be performed. So നമ്മളൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് സെവറൽ സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് അല്ലേ. ആ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു വർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് വർക്ക്സ് ടു ബി പെർഫോംഡ്. എന്തൊക്കെ വർക്കാണ് നമ്മൾ ആ ബിസിനസ്സിൽ ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ആ ആക്ടിവിറ്റീസിനെ ഡിഫറെൻ്റ് ആയിട്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഓരോ വർക്ക്സും എന്താണ് അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആൾക്കാരെയും അത് ആ ഡ്യൂട്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഡെലിഗേറ്റ് ചെയ്യാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആ വർക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ അവരുടെ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദി പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക് നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിന് അസൈൻ ചെയ്ത് കൊടുത്താലും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു എല്ലാ വർക്ക്സും പീപ്പിൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫക്റ്റീവായിട്ട് ആ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് എന്തായിട്ട് വരുന്നത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനേഷൻ. അതുപോലെ തന്നെ Coons and O'Donnell, organizing involves grouping of activities necessary to accomplish goals and plans, the assignment of these activities appropriate departments, and the provision for authority delegation and coordination. സോ കൂൺസ് ആൻഡ് ഒഡോണൽ ദ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ബേസിസിൽ എന്താ പറയുന്നത്, ഓർഗനൈസിങ് ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റി. സോ നമുക്കറിയാം എന്തൊക്കെയാണ് വർക്ക് വരുന്നത്, ഒരു ഓർഗനൈസേഷനിൽ വരുന്ന വർക്ക്സ് എന്ന് പറയുന്നത് ആ വർക്ക്സിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. ഈ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഓരോ ആക്ടിവിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെൻ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആൻഡ് പ്രൊവിഷൻ ഫോർ അതോറിറ്റി ഡെലിഗേഷൻ ആൻഡ് കോർഡിനേഷൻ. നമുക്ക് അത് എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, അതുപോലെ തന്നെ ആർക്കൊക്കെ നമുക്ക് എന്ത് കൊടുക്കണം, ഡെലിഗേറ്റ് അതോറിറ്റി കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്തായിട്ട് ചെയ്യുന്നത്, ഇതേപോലെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക. അതാണ് എന്ത് എന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത് കൂൺസ് ആൻഡ് ഒഡോണലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. The nature of organization. So their nature of the organization can be viewed in three ways. That is organization as a group, organization as a process, organization as a structure. And organization as a group.
So group of people are united for the accomplishment of a common goal. Here in an organization, there is a group of people who are working together to achieve a common goal. അല്ലെ, നമ്മളുടെ ഓർഗനൈസേഷന്റെ മെയിൻ എയിം എന്താണ്? ഒബ്ജക്റ്റീവ് എന്തുതന്നെയായിരിക്കാം, അച്ചീവ് ദി ഒബ്ജക്റ്റീവ് അല്ലെ, എന്താണ് ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യുക. സോ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ആ ഒരു വർക്ക് ചെയ്യുക, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, ഒരു സച്ച് ഗ്രൂപ്പ്, നമുക്കറിയാം ഓർഗനൈസേഷൻ ആസ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ആ ഒരു കോർഡിനേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തൊക്കെ പോവുള്ളൂ, ഓർഗനൈസേഷൻ സക്സസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പറ്റുള്ളൂ. ഒരു കോർപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ആൾക്കാരുടെ ഇടയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അതൊരു ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാലാണ് ഇഫക്റ്റീവായിട്ട് ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഓർഗനൈസേഷൻ ആസ് എ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആസ് എ സ്ട്രക്ചർ എന്ന് പറയാം. സ്ട്രക്ചർ ഇൻ ദ സെൻസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയസ് പൊസിഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ആ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനകത്ത് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ സെഷൻസ് ആയിട്ട് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഇസ് എ ഫിക്സാഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് മാനേജീരിയൽ പേഴ്സണൽ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോരോ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അവർക്ക് നമുക്ക് ഓരോ അതോറിറ്റി കൊടുത്തു, റെസ്പോൺസിബിലിറ്റി കൊടുത്തു. അതിനുശേഷം നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. Then we can say organization as a process. So നമുക്ക് പറയാം ഓർഗനൈസേഷൻ ആസ് എ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് ഇസ് there are several steps involved in an organization. These are the steps that is involved in an organization. നമ്മളൊരു ഓർഗനൈസേഷൻ എന്താണ് എന്ന് പറയുന്നത് മുഴുവൻ എന്തിനകത്തുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സിനകത്തുണ്ട്. So first one is defining objective. It is the first step in developing an organization structure. The objective should be defined in clear terms. So നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മളുടെ എന്താണ്, നമുക്കൊരു എയിം ഉണ്ടായിരിക്കും അല്ലേ. ആ എയിം നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ആ ഒരു എയിമിൻ്റെ ബേസിസിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വർക്ക് ചെയ്ത് നമുക്ക് ആ ഒരു എയിമിലേക്ക് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡെവലപ്പ് ഒബ്ജക്റ്റീവ്. So objective set ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the next step is determining the activities. Determining activities in the sense, in order to achieve the objective of the organization, various activities are to be identified and enumerated. So നമുക്കറിയാം നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു വർക്ക് അല്ലേ. അപ്പൊ എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്യണം, ആ വർക്കിനെയാണ് നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാറ്റഗറൈസ് ചെയ്യേണ്ടത്. അതിൻ്റെ ആ വർക്കിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഓരോരോ വർക്കും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അത് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ ആണ്, ദിസ് ഇസ് എ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഒരു സ്ട്രക്ചർ ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ മെയിൻ ആയിട്ട് എന്താ CEO ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പം അവിടുത്തെ വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കാം, ഒരു മാനുഫാക്ചറിങ് ഫേമിനകത്ത് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ, പ്രൊഡക്ഷൻ, ദെൻ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, then finance divisions ഉണ്ടായിരിക്കും, then HR divisions ഉണ്ടായിരിക്കും. സോ അപ്പോൾ പല ഡിവിഷൻസ് എന്തിനകത്ത് ഉണ്ടായിരിക്കും, ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്താലേ ആ മാനുഫാക്ചറിങ് ഫേം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഈ ഓരോ ആക്ടിവിറ്റീസിൻ്റെ നമ്മൾ എന്താണ് ആക്ടിവിറ്റീസ്, ഓരോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഒബ്ജക്റ്റീവ് എന്താണ്, അത് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഡിറ്റർമിൻ ആക്ടിവിറ്റീസ്. അപ്പൊ നമുക്ക് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത് മനസ്സിലായി അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ്, ഇഫ് ഇറ്റ് ഇസ് എ മാനുഫാക്ചറിങ് ഫേം എന്താ ചെയ്യേണ്ടത്, മാനുഫാക്ചറിങ് ഫേം ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ
ഫിനാൻസ് ആയിരിക്കാം, HR ആയിരിക്കാം, പല പല വർക്ക്സ് കാര്യങ്ങൾ എന്തിനകത്ത് വരാറുണ്ട്, മാർക്കറ്റിംഗ് ഡിവിഷനകത്ത് വരും. സോ എഗെയിൻ സബ് ക്ലാസിഫിക്കേഷൻ വരെ എന്തിനകത്ത് ഉണ്ടായിരിക്കും. ഈവൻ പ്രൊഡക്ഷൻ ആണെങ്കിൽ തന്നെ പ്രൊഡക്ഷൻ സബ് എന്തായിരിക്കും ക്ലാസ് ചെയ്യുന്നത്, പെർച്ചേസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്ലാന്റ് ലേ ഔട്ട്, ക്വാളിറ്റി കൺട്രോള്, ഇതേപോലെ സബ് ക്ലാസിഫിക്കേഷൻ ഓരോ പ്രൊഡക്ഷനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. സോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഗ്രൂപ്പിംഗ് ഓഫ് ദി ആക്ടിവിറ്റീസ്. ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, ദ എൻറ്റയർ ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്സ് ഓർ ഡിപ്പാർട്ട്മെന്റ്സ് on the basis of function, product, customers, etc. So similar activities are grouped together and form a department. So നമുക്ക് ഇവിടെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, നമ്മൾ പല പല ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നു. നമ്മൾ മാനുഫാക്ചറിങ് ഫേം ആകുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, സെയിൽസ് ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ പ്രൊഡക്ഷന്റെ അണ്ടറിൽ തന്നെ നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ, പർച്ചേസ്, പ്ലാന്റിന്റെ അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അതൊക്കെ നമുക്ക് അസസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, സെയിം ഹെഡ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ആണ്, മാർക്കറ്റിംഗ് ചെയ്യണം. മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യണം, പ്രൊഡക്റ്റിന്റെ സെയിൽസ്, അതല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കും. അപ്പൊ അങ്ങനെ പല പല പോയിന്റ് ഓഫ് വ്യൂലുണ്ട് അല്ലെ ആ മാർക്കറ്റിങ്ങിനകത്തല്ല. ആ സബ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഗ്രൂപ്പിലേക്കായിട്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റാണ് ചെയ്യുന്നത്. ഇതേപോലെ ഓരോരോ ഗ്രൂപ്പ് ചെയ്യാണ്. ഓരോ നമ്മളുടെ കമ്പനിനകത്ത് എന്തൊക്കെയാണോ ആക്ടിവിറ്റീസ് ഉള്ളത്, ഇതേപോലെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി, ഇതേപോലെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരാം. Then നമുക്ക് എന്ത് ചെയ്യാം, assigning the duties, assign ചെയ്യാണ് duties. The individual groups of activities are then allotted into different individuals on the basis of their ability and attitude. The responsibility of every individual should be definitely clear to avoid duplication and overlapping of the effort. So assigning the duties, നമുക്കറിയാം നമ്മൾ ഇതേപോലെ ഓരോരോ ഹെഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സിന് ആക്ടിവിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മൾ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഓരോ പോസ്റ്റിനും എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോട്ട് ചെയ്യുന്നത്. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി ആൻഡ് ദെയർ ആപ്റ്റിറ്റ്യൂഡ്. സോ അതിന്റെ ബേസിസിൽ നമുക്ക് അവരെ ഓരോ ആൾക്കാർക്ക് നമുക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ആൾക്കാരും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷനിൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ മാനേജർക്ക് എന്തായിരിക്കണം റെസ്പോൺസിബിലിറ്റി, അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്നതാണ് റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് വാച്ച് ഔട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആൾ വർക്ക് ചെയ്യേണ്ടത്, കാര്യങ്ങൾ, ആളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ എന്ത് വരില്ല, ഒരു ഡ്യൂപ്ലിക്കേഷൻ വരില്ല. പിന്നെ അതുപോലെ തന്നെ വിതിൻ ദ ടൈം ലിമിറ്റ് ആൾക്കാരുടെ വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹി നോസ് ഹിസ് വർക്ക്, വാട്ട് ഹി ഹാസ് ടു ഡു എന്നുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം ആൾക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നമ്മൾ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു കാര്യമാണ് delegation of authority. After allotting the job to every individual, he is given the authority necessary to perform the assigned task effectively. An individual cannot perform his task unless he is given sufficient authority. So authority flows from the top to bottom and responsibility flows from bottom to top. So we know that what is അതോറിറ്റി അല്ല. സോ ഒരു അതോറിറ്റി പവർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുടേതായിട്ടുള്ള വർക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൺ ഇറ്റ് ഇസ് എ പ്രൊഡക്ഷൻ മാനേജർ ഓർ മാർക്കറ്റിംഗ് മാനേജർ ആർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അതോറിറ്റി, നമുക്ക് ആ വർക്ക് ചെയ്യാനുള്ള അതോറിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൾക്ക് ആ ഒരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതോറിറ്റി നോർമലി വരുന്നത് ഫ്ലോ
ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് വരുന്നത്. സോ ഹൈലി എന്തായിരിക്കും അതോറിറ്റി എപ്പോഴും ആർക്ക് തന്നെയായിരിക്കും, ടോപ്പ് മാനേജ്മെന്റിനാണ് വരുന്നത്. സോ അത് ഫ്ലോസ് ടു ഡൗൺവേർഡ്സിലേക്കായിരിക്കും. ദെൻ റെസ്പോൺസിബിലിറ്റീസ് നോർമലി ബോട്ടം ടു ടോപ്പ് ആണ്. അപ്പം നമ്മൾ പറയും ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി എന്ന് നോർമലി നമ്മൾ പറയുന്നത് വർക്കേഴ്സിന് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബോട്ടം ടു ടോപ്പ് ആണ് റെസ്പോൺസിബിലിറ്റി നമുക്ക് പറയാറുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് ദ കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്. The activities and efforts of the different persons are to be synchronized. Such a coordination is necessary to ensure effective performance of specified function of the organization. So നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസിന് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേഴ്സൺസ്, ഈ പ്രൊഡക്ഷൻ മാനേജറുടെ ആണെന്നുണ്ടെങ്കിലും അവരുടെ അണ്ടറിൽ വരുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് മാനേജർ അവരുടെ അണ്ടറിൽ വരുന്ന പേഴ്സൺസ് എല്ലാവരുടെയും വർക്കിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കോർഡിനേറ്റ് ചെയ്യണം. സോ ആ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് കോർഡിനേഷൻ ഇസ് എ വെരി നെസസറി എലമെന്റ്. ദെൻ നെക്സ്റ്റ് ഇസ് ദി പ്രൊവിഷൻ ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് ഗുഡ് എൻവയോൺമെന്റ്. സോ നമുക്കത് ഒരു ഓർഗനൈസിങ്ങിൽ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു ഫിസിക്കൽ ഫെസിലിറ്റീസ്. ഇപ്പോൾ പേഴ്സൺ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബി എ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫിസിക്കൽ ഫെസിലിറ്റീസ് ലൈക്ക് വെന്റിലേഷൻ, ലൈറ്റ്, റിക്രിയേഷൻ ഫെസിലിറ്റീസ്, ഈ നീഡ് റെസ്റ്റ് റൂംസ്. സോ ആ ഒരു രീതിയിൽ ഫെസിലിറ്റീസ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുക. ദെൻ ക്രിയേറ്റ് എ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് മാക്സിമം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്. For the success of enterprise, a clear-cut structural relationship should be established among the individuals and groups. മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അല്ലേ ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്. സോ നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. സോ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആർ വർക്കിംഗ് ടുഗെദർ. സോ അങ്ങനെ വരുമ്പോൾ ദർ ഇസ് എ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഓവറോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ തന്നെ ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ആ ഒരു കോർഡിനേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, ദ മെയിൻ ഒബ്ജക്റ്റീവ്, അതായത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. These are the steps involved in organizing. The first one is the defining the objective, determining the activities, grouping of activities, assigning duties, delegation of authorities, coordinating activities, provision of physical facilities and good environment, establishment of a structural relationship. Then the next one is the importance of an organizing. Importance of organization. A sound organization is the first requisite of sound management. It is backbone as well as the framework of the management. So a proper organization, sound organization or the sound organization contribute to the success of an enterprise. So നമുക്കറിയാം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഗനൈസിങ് എന്നുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ആൻ ഓർഗനൈസിങ്. സോ അതിനകത്ത് വരുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയായിരിക്കാം അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് വരുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജീരിയൽ എഫിഷ്യൻ്റ്ലി. ദി ടോട്ടൽ ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഫർദർ സബ് ഡിവൈഡഡ് ഇൻ വെൽ പൊസിഷൻ. സോ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ആൻ ഓർഗനൈസിങ് അല്ലേ. ഇങ്ങനെ നമ്മൾ ഒരു ഓർഗനൈസിങ്ങിനകത്ത് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു, ഓരോരോ ഗ്രൂപ്പ് ചെയ്തു. അതിൻ്റെ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഓരോ ആക്ടിവിറ്റീസും സിമിലർ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചു. അങ്ങനെ ഓരോരോ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്തത് അല്ലേ. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുമ്പം എന്തായിരിക്കും വരുന്നത്, ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. സോ നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സോ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. സോ അവർ ആ ഓരോരോ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് എ സ്പെഷ്യലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. So it creates the specialization and better performance of task.
So the proper coordination can be maintained among the various factors of production. So it helps to increase the efficiency and avoid the delay and duplication of work, increase the managerial efficiency, increasing motivation of the employees to perform their work efficiently and effectively. ഫെസിലിറ്റേറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ മാനേജ്മെൻറ്റിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം ആൾ ചെയ്യുന്ന വർക്കിൽ ആൾ എന്ത് ചെയ്യാണ്, അത് സെയിം ഡ്യൂട്ടി ആൻഡ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ആൾക്ക് വരുമ്പോൾ ആൾ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആൾക്ക് ഒരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്ത് മാക്സിമം ആളുടെ വർക്ക് ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. Organization provides a structural framework within which efforts are coordinated to achieve the desired result. A sound organization is able to adjust itself to changing conditions and can undertake more work. It is able to meet the need of expansion and growth of enterprises. So നമ്മൾ ചെയ്യാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, ഫെസിലിറ്റീസ് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മോസ്റ്റ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, കമ്പനിക്ക് എത്രത്തോളം ഗ്രോത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് അവർക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, നല്ലൊരു ഓർഗനൈസേഷൻ ആയിരിക്കണം. ആ ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഓരോരുത്തർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യുക, അവരവരുടേതായിട്ടുള്ള വർക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരുന്നുണ്ട്, കമ്പനിയുടെ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി വർക്ക്സ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. Then next point, that provides a scope for training and development. So നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ ആണ്, ഓരോരോ ആക്ടിവിറ്റീസും ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള മാക്സിമം ട്രെയിനിങ്സ്, അപ്പം ആർക്കാണോ ട്രെയിനിങ് അവർക്ക് വേണ്ടത്, അവർക്ക് ആ ഒരു ഏരിയയിൽ തന്നെ പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അവർ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് മേക്സ് യൂസ് ഓഫ് ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. എ സൗണ്ട് ഓർഗനൈസേഷൻ എൻഷുവേഴ്സ് ആംപിൾ scope of adopting new technological development. So നമുക്കറിയാം ഇപ്പം if it is a sound organization, so അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോരോ സെറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് അവർ മാക്സിമം എഫേർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് വന്നാലും അവർക്ക് അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞു, പ്രൊഡക്ഷൻ അവരുടെ ടെക്നോളജി അതിനെ ഒരു പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊഡക്റ്റ് മേക്കിംഗ് ഒക്കെ ഉള്ള ടെക്നോളജീസ് ഉണ്ടല്ലോ, അതിലൊക്കെ തന്നെ ഡിഫറെൻറ്റ് ടെക്നോളജീസ് ആണ്. അങ്ങനെ അവർക്ക് എന്ത് ടെക്നോളജി വന്നാലും അത് അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. It encourages optimum use of human resources. So the authority and responsibility is vested with a suitable person. So it ensures the optimum utilization of the human resources. So നമുക്കൊരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ ആൻഡ് കോപ്പറേറ്റീവ് എഫേർട്ട് ഓഫ് ഹ്യൂമൻ എലമെൻറ്റ്. സോ അത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്തായിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും ഹ്യൂമൻ റിസോഴ്സസിന്. ദെൻ ഇറ്റ് പ്രോംപ്റ്റ്സ് കോർഡിനേഷൻ ആൻഡ് communication. Organization helps to bring the coordination among the various departments of the organization. It provides the channel of communication between the different levels. So ആ ഒരു ക്രിയേറ്റീവ്നെസ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിനകത്തുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ആണെങ്കിൽ പോലും അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഓർഗനൈസിങ്ങിൽ കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. These are the importance of organization. It facilitates the administration and managerial effectiveness, encourages growth and diversification,
then optimum use of new technology, then innovation and creativity, good human relationship, ensure coordination. It makes of use of new technological development. It provides scope for training and development. It encourages optimum use of human resources. It promotes coordination and communication. The next topic is the principles of organization. The first one is the principle of objectives. Every enterprise has its own objectives. These objectives are to be well defined. The structure of an organization should be developed on the basis of its objective. As when we know that every organization they have a one objective അല്ലേ, അതല്ലാതെ ഇതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവർക്ക് നമുക്കറിയാം അവർക്കൊരു മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ കമ്പനിയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, ഒബ്ജക്റ്റീവിൻ്റെ ബേസിസിലാണ്. സോ ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ് ചെയ്യുക. അത് ഡിഫൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറയും മാക്സിമം പ്രോഫിറ്റ് മേക്കിംഗ് ആണ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ മാക്സിമം സെയിൽസ് ആണ്. അപ്പം എന്താണ് ഒബ്ജക്റ്റീവ്, അത് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് can be grouped into different. Then next is the division of labor. Every enterprise has its on a work should be assigned to a different person according to his ability, education, and skill. Repetition of the same work will lead to specialization. This will increase productivity. So the efficiency of the whole establishment will also go up. So there should be a division of labor in an organization. So division of labor. So we are dividing the different activities. അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ different ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. സോ അപ്പം നമ്മൾ അതിൽ ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ, സോ അവരുടെ എബിലിറ്റി ഓർ സ്കിൽസ്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് അസൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഹോൾ ഗ്രൂപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഓർഗനൈസേഷൻ്റെ വർക്ക് മാക്സിമം വർക്ക് സ്പെഷ്യലൈസേഷൻ ആണ് മെയിനായിട്ട് ഓർഗനൈസിങ് എന്നുള്ളതുകൊണ്ട് മെയിൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ലീഡ്സ് ടു ഓർഗനൈസിങ് ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി. സോ നമുക്കറിയാം ഓരോ മാനേജേഴ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള എഫിഷ്യൻ്റ് ആവും ഒരു വർക്ക് ചെയ്ത് വരുമ്പോൾ. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെഫിനേഷൻ. സോ ദ ഫങ്ഷൻസ്, responsibility, authority, and the relationship of the different departments and individuals should be clearly defined. നമ്മൾ പറഞ്ഞു നമ്മൾ ഡിവൈഡ് ചെയ്തു ഡിഫറെൻ്റ് ആയിട്ട്. അപ്പം നമ്മൾ ഈ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, സോ ഓരോ ഫങ്ഷൻസും ഓരോ ആക്ടിവിറ്റീസ് എന്താണ് അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുക. ദെൻ ഫോർ എക്സാമ്പിൾ പറയാണ് പ്രൊഡക്ഷൻ മാനേജർ. സോ പ്രൊഡക്ഷൻ മാനേജർ ഓരോ ഹിസ് അതോറിറ്റീസ് എന്തൊക്കെയാണ്, ആളുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക. ആളുടെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ഹെഡ്സ് വരാറുണ്ട്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ലേ ഔട്ട്, ക്വാളിറ്റി കൺട്രോൾ. സോ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫോർമൻസ്, വർക്കേഴ്സ് ഒക്കെ വരും. സോ ഓരോ ആൾക്കാരുടെ അതോറിറ്റി എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് എല്ലാം ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. Then next is the scalar chain. It refers to the unbroken line of the authority from the top level to lower level. The subordinate must know who is his superior and vice versa. This will help the establish a line communication. This chain of command is known as a scalar chain. So a scalar chain, so this is a communication between top level communication ആണ്. So CEO ആണ് ഇവിടെ എക്സാമ്പിൾ പറയാണ്. CEO ആണ് ഡിസിഷൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ it must be communicated to the top to lower level. So CEO to manager to foreman or sales officer, from the sales officer to the salesperson. So a communication flow, communication top to bottom flow of communication correct ആയിട്ട് വന്നിരിക്കണം. Then next is the unity of command. The principle states that an individual should be placed under the control of only one superior.
നമുക്കറിയാം ഇവിടെ തന്നെ ഫോർ എക്സാമ്പിൾ നമുക്കുണ്ട് അല്ലെ. സോ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. പ്രൊഡക്ഷൻ മാനേജറിന്റെ അണ്ടറിൽ കുറച്ച് വർക്കേഴ്സ് വരുന്നുണ്ടെങ്കിലും ആ വർക്കേഴ്സിന് ഫോമാൻസ് വരുന്നുണ്ട്. അവരുടെ എന്ത് തന്നെയായിരിക്കാം അവരുടെ ഡ്യൂട്ടി ആരെ അസൈൻ ചെയ്യാന്ന് ആര് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. അവരുടെ തൊട്ട് ടോപ്പിലുള്ള ആരാണോ അവരെ അസൈൻ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. So the individual should receive the orders and instructions from only one superior and not from several superiors. So ഇപ്പം ഇതിനകത്ത് ഫോർമാൻ ഉണ്ട്, ഫാബ്രിക്കേഷൻ ഫോർമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോർമാൻ ആരുടെ ഡ്യൂട്ടി ആര് പറയുന്നതായിരിക്കണം ഓർഡേഴ്സ് ആയിരിക്കണം ചെയ്യേണ്ടത്, പ്രൊഡക്ഷൻ മാനേജർ പറയുന്ന ഓർഡർ ആയിരിക്കണം ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് യൂണിറ്റി ഓഫ് കമാൻഡ്. And next is the span of control. Span of control determines the number of subordinates a superior can effectively manage. So like this, like the manager can control the number of subordinates. Alke etra workers of formats, fabrication, assembly, and the different workers are there. So every one of the all these workers are managed by the production manager. So and that is the span of control. Span of control determines the number of subordinates a superior can effectively manage. Then next is the flexibility. Organization structure should be flexible to introduce changes. നമുക്കറിയാം ചേഞ്ചസ് മേ ബി അറൈസൺ. സോ ടെക്നോളജിക്കൽ വൈസ് ആയിട്ടുള്ള ചേഞ്ചസ് മേ ബി വരാം. സോ ചേഞ്ച് വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു അഡോപ്റ്റ് ദി ചേഞ്ചസ്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. അവരുടെ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്ന പോളിസീസ് ഒക്കെ എല്ലാം അല്ലെങ്കിൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എന്നാണെങ്കിലും ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ. ഏത് ചേഞ്ചസ് വന്നാലും അത് അഡോപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഓർഗനൈസേഷന് ഉണ്ടായിരിക്കണം. The next is the unity of direction. All the departmental goals are tuned to achieve common goal. So there should be a coordination of all the activities of organization to achieve common goal. Unity of direction. So നമ്മളുടെ യൂണിറ്റി ഓഫ് ഡയറക്റ്റ് നമ്മൾ എന്തിനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ അച്ചീവ് ഉണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷൻ മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്, മാക്സിമം അക്യൂർ പ്രോഫിറ്റ് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ. ബട്ട് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കാം. പ്രൊഡക്ഷൻ മാനേജർ മാക്സിമം പ്രൊഡക്ഷൻ ആയിരിക്കാം വിത്ത് ലോ കോസ്റ്റ് ആയിരിക്കാം. മാർക്കറ്റിംഗ് മാനേജർ മാക്സിമം സെയിൽ ഓഫ് ദിസ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കോമൺ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റീവ്സിനെ എല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അച്ചീവ് മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ ദ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആ പോയിന്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യാം. മാനേജ്മെന്റ് ബൈ എക്സംഷൻ. Here the top level management is not involving routine matters. So subordinate take the decisions related to routine matters. So normally people പറഞ്ഞ പോലെ workers ഉണ്ടായിരിക്കും, formans ഉണ്ടായിരിക്കും. So they can take their own decisions based on their routine matters. But ചില കേസിൽ exemption പറയുന്നുണ്ട്. The authority is delegate ചെയ്താൽ മതി. Senior managers will only deal with the exceptional problem matters. So അവർ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ routine matters ഒക്കെ ആർക്ക് ചെയ്യാവുന്നതാണ്, നോർമൽ വർക്കേഴ്സിന് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. Then next is the delegation of authority. Authority should be delegated to the lower levels for doing jobs assigned to them. സോ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത് ഡ്യൂട്ടീസ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് അവർക്കായിരിക്കും അത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കായിരിക്കും, ടോപ്പ് ലെവൽ മാനേജേഴ്സിനായിരിക്കും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ്. A proper balance should be maintained between the various departments. So എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ ഒരു മെയിൻ ആയിട്ടൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ഒരു വർക്ക്സോ കാര്യങ്ങളൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കണം വർക്ക് ചെയ്ത് പോകേണ്ടത്. ദെൻ സിംപ്ലിസിറ്റി. ദ സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി സിമ്പിൾ. ഇറ്റ് മസ്റ്റ് ബി ഈസി ടു മാനേജ്. സോ സ്ട്രക്ചർ ദിസ് ഇസ് എക്സാമ്പിൾ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദി മാനേജ്മെന്റ്. നമുക്കറിയാം CEO, പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, HR മാനേജർ. സോ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഓരോരോ പാർട്സ് ആയിട്ട് വരും. സോ അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിലൊരു സിമ്പിൾ വേയിലായിരിക്കണം നമ്മൾ ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത്.
Next is the stability. The organization structure should be reasonably stable ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് ആ ഒരു കൃത്യ ഒരു പാറ്റേണിലായിരിക്കണം ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോകേണ്ടത്. Then the next one is the accountability. The higher authorities are accountable for the acts of their subordinates. So the main authority ആർക്ക് തന്നെ ആയിരിക്കും വരുന്നത്, ഹയർ ടോപ്പ് മാനേജ്മെന്റ് തന്നെയാണ് ഒരു അതോറിറ്റി വരുന്നത്. അവരാണ് ആ ഒരു സബോർഡിനേറ്റ്സിനാണെങ്കിലും എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, വർക്ക്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതെല്ലാം ആളുടെ അതോറിറ്റി ആർക്കായിരിക്കും, ടോപ്പ് ലെവൽ മാനേജേഴ്സിനായിരിക്കും. So these are the principles of organization. Principles of objectives, division of labor, principles of definition, scalar chain, unity of command, span of control, flexibility, unity of direction, management by assumption, delegation of authority, principles of balance, simplicity, accountability. Thank you.